നമസ്കാരം. ഏറെ സവിശേഷമായ ഭരണഘടനയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അത് ആദരിക്കപ്പെടുകയും വേണം. ഒപ്പം ഭരണഘടനാ ശില്പിയെയും. നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ശില്പിയെ എത്രമാത്രം ആദരിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്. രാജ്യത്തെ പ്രമുഖ തുറമുഖമായ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലും ഇപ്പോൾ സംഭവിക്കുന്നത് അത്തരമൊരു സംഭവമാണ്. പോർട്ട് ട്രസ്റ്റിലെ SC/ST ജീവനക്കാർ മുൻകൈയെടുത്ത് പോർട്ട് ട്രസ്റ്റിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഡോക്ടർ B.R. അംബേദ്കറുടെ പ്രതിമ പൂർണ്ണമായി മറക്കുന്ന തരത്തിൽ മറ്റൊരു സ്വകാര്യ വ്യക്തി തങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരുന്നു. എന്നാൽ ഇതിന് ഒത്താശ കൊടുത്തിരിക്കുന്നതാവട്ടെ പോർട്ട് ട്രസ്റ്റും. ഡോക്ടർ B.R. അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിലായി കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളുമായി സ്വകാര്യ വ്യക്തി മുമ്പോട്ട് പോകുമ്പോൾ അതിന് ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. ഭരണഘടനാ ശില്പിക്ക് നേരെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നടത്തുന്ന ഈ ഹീനമായ പ്രവൃത്തി കൃത്യമായും തടയും എന്ന രീതിയിലാണ് സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ സംഘടനകളും പോർട്ട് ട്രസ്റ്റിലെ SC/ST ജീവനക്കാരും. വിശദമായ വാർത്തയിലേക്ക്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡോക്ടർ B.R. അംബേദ്കർ സ്മാരക ഭവൻ നിർമ്മിക്കുന്നതിനു വേണ്ടി ഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് SC/ST കേരളയ്ക്ക് വിട്ടുകൊടുത്ത 15 സെന്റ് സ്ഥലത്താണ് ചില തൽപര കക്ഷികളുടെ പ്രതികൂലമായ ഇടപെടൽ കാര്യങ്ങളെ കോടതി വരെ എത്തിക്കുകയും കേസ് അനന്തമായി നീളുന്നതിനാൽ സ്മാരക കെട്ടിടം ഇതുവരെ നിർമ്മിക്കാനായിട്ടില്ല. അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയെ ജനങ്ങളിൽ നിന്നും മറക്കുന്ന തരത്തിൽ തൊട്ട് മുൻപിലുള്ള വളരെ ചെറിയൊരു കഷ്ണം സ്ഥലത്ത് മുക്കാടൻ ഗ്രൂപ്പിന് വേണ്ടി സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിർമ്മിക്കുവാൻ പോർട്ട് അതോറിറ്റി അനുവാദം നൽകിയിരിക്കുകയാണ്. പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ട് അന്ന് നമുക്ക് ഈ അംബേദ്കർ ഭവൻ നിർമ്മിക്കുന്നതിന് ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഒബ്ജക്ഷൻ നോട്ട് വരികയും അത് തടസ്സപ്പെടുകയും ചെയ്തു. അത് മനഃപൂർവ്വമായ ഒരു തടസ്സപ്പെടുത്തലായിരുന്നു. കാരണം ഈ പോർട്ട് റിലേറ്റീവ് ആക്ടിവിറ്റി അല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഓൾറെഡി ഈ കൊച്ചിൻ പോർട്ടിൻ്റെ പ്രിമിസസിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അമ്പലം ഉൾപ്പെടെ യൂണിയൻസിന് സ്ഥലം അനുവദിച്ച് അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മളുടെ അംബേദ്കർ സ്റ്റാച്യു നിൽക്കുന്ന സ്ഥലത്തിന് ആ 15 സെൻറ്റിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ വാല് പോലെ ഒരു കഷ്ണം നമ്മുടെ ഹൈവേക്കും ഇതിന് ഇടയ്ക്കുണ്ട്. ഇത് ചെറിയ ഒരു റോഡിൻ്റെ വീതി, ഒരു 4-5 മീറ്റർ വീതിയുള്ള സ്ഥലം. ആ സ്ഥലം ഉൾപ്പെടെ അതിനപ്പുറത്ത് കിടക്കുന്ന ചെറിയ കുറച്ച് സ്ഥലങ്ങളും ഇവിടെ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന് കൊടുക്കുകയും അവരിപ്പോൾ അവിടെ ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അംബേദ്കർ പ്രിമിസസിൻ്റെ മുമ്പിലുള്ള ചെറിയ വഴിയിൽ അവർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേസ്റ്റ് ഈ സീവേജ് സിസ്റ്റം ചെയ്യാനുള്ള അംബേദ്കർ സ്റ്റാച്യുവിൻ്റെ ഏതാണ്ട് ഫ്രണ്ടേജിലായിട്ട് സീവേജ് സിസ്റ്റം വരുത്തുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ ഡെലിബറേറ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൂടാതെ ഈ അംബേദ്കർ സ്റ്റാച്യുവിന് അതിനെ ഫുള്ള് മറയ്ക്കത്തക്ക രീതിയിൽ അതിൻ്റെ സൈഡിൽ പാറകൾ കെട്ടി ഉയർത്തുകയും അത് വളരെ പൊക്കത്തിൽ ഇടുകയും ചെയ്യുന്ന അവിടുത്തെ പണിക്കാരിൽ നിന്ന് അവിടുത്തെ എൻജിനീയേഴ്സിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രതിമ ഇവിടെ നിലനിൽക്കുന്നത് ഒരാളും അറിയാത്ത രീതിയിൽ ഒരു മറപ്പുരയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇത് തരം താഴ്ത്തപ്പെടുമെന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു നോളജ് നമുക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെതിരോട് അവരോട് സംസാരിക്കുകയും തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അത് മുമ്പിലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമായിരുന്നു അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കൺസ്ട്രക്ഷൻ കഴിയാറായപ്പോൾ തന്നെ മനസ്സിലാവുന്നത് അവിടെ ഒരു സീവേജ് സിസ്റ്റമാണ്. അതായത് അംബേദ്കർ സ്റ്റാച്യു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവെന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു സീവേജ് സിസ്റ്റം പണിതുകൊണ്ട് അതിന് ചുറ്റുമായി മതിലുകൾ തീർത്തുകൊണ്ട് ആ ചെറിയൊരു പോർഷൻ അവർക്ക് വിട്ടുകൊടുത്തത് തന്നെ ഈ അംബേദ്കറിൻ്റെ വിസിനിറ്റി, ഹൈവേയിൽ നിന്നുള്ള വിസിനിറ്റിയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അത് അവരതിനെ അനുവാദം കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒരു വാൽക്കഷ്ണം മാത്രമാണ് ഹൈവേക്കും ഈ അംബേദ്കർ സ്റ്റാച്യുവിന് മുമ്പിലുള്ള സ്ഥലം ഈ പ്രൈവറ്റ് ഗ്രൂപ്പിന് കൊടുക്കുകയും ആ വാൽക്കഷ്ണത്തിൽ തന്നെ അവർ ആ സീവേജ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ ഈ അംബേദ്കർ പ്രതിമ മറച്ചുകൊണ്ടുള്ള ഈ വോളും വരികയും അതിന് മുകളിൽ വീണ്ടും മതിലുകൾ ഉയർത്തുകയും ചെയ്യുകയാണ് അവരുടെ കൺസ്ട്രക്ഷൻ്റെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഉയർത്തിയാൽ ഇവിടെ നിൽക്കുന്ന കൊടികൾ പോലും ആ ഹൈവേയിലൂടെ പോകുന്ന ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിൽ അത് പൂർണ്ണമായി മറയ്ക്കപ്പെടും ആണ്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് നമുക്ക് ഈ കൺസ്ട്രക്ഷനോട് മനസ്സിലാവും. 1995 ലാൻഡ് പോളിസി അനുസരിച്ചാണ് ഫെഡറേഷന് ഈ സ്ഥലം അലോട്ട് ചെയ്തത്. BOT പാലത്തിൻ്റെ അപ്രോച്ച് വർക്ക് പണിയണം എന്ന വേജേന അവിടെ നിന്ന് ഈ പ്രോജക്റ്റ് മാറ്റുകയും ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് അലോട്ട് ചെയ്യുകയും ചെയ്തത്. ഇവരെ ഒഴിപ്പിച്ച ഈ സ്ഥലത്ത്
IOCയുടെ പമ്പ് വരുന്നതാണ് പിന്നീട് കാണുവാൻ കഴിഞ്ഞത്. 2000 ജേക്കബ് തോമസ് IAS ഓഫീസ് കെട്ടിടത്തിൻ്റെ തറക്കല്ലിടുകയും അതിൻ്റെ വർക്ക് ആരംഭിക്കുകയും ചെയ്തപ്പോൾ പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റി അല്ല എന്നും പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് കാര്യങ്ങൾ കോടതിയിലേക്ക് നീങ്ങുകയുമാണ് ഉണ്ടായത്. ഫെഡറേഷൻ്റെ ഓഫീസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ക്വാർട്ടേഴ്സിൻ്റെ ഒരു നിലയിലാണ്. ഇതുകൂടി ഇല്ലാതാക്കുന്നതോടെ SC/ST എംപ്ലോയീസിൻ്റെ പ്രവർത്തനവും അവരുടെ ആക്ടിവിറ്റീസും പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ് ചില തൽപര കക്ഷികളുടെയും പോർട്ട് അതോറിറ്റിയുടെയും ലക്ഷ്യം. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതിന് തൊട്ടരികിലായിട്ട്, അതായത് അംബേദ്കർ പ്രതിമയുടെ തൊട്ടരികിലായിട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കുപോക്കാണ് അവർ നടത്തുന്നത്. ഇത് ശ്രീ ഡോക്ടർ BR അംബേദ്കറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ലോകമെങ്ങും ആദരിക്കുന്നതും ലോകമെങ്ങും ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ളതുമായ നമ്മളുടെ എല്ലാം ജീവനാടി, നമ്മളുടെ ഈ ഇന്നത്തെ നമ്മളുടെ ഈ നിലയിലേക്ക് നമ്മളെയൊക്കെ എത്തിക്കാനായിട്ട് പരിശ്രമിച്ച ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു ചെയ്യുന്ന ഒരു അനാദരവായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങളവിടെ ജയന്തിയും ഡോക്ടർ BR അംബേദ്കറുടെ ജയന്തിയും സമാധിയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഈ അവസരത്തിൽ കൊച്ചിൻ പോർട്ടിൻ്റെ ചെയർമാൻ, അതുപോലെ മറ്റ് HODsകൾ, സ്ഥാപനങ്ങളായ ഷിപ്പ്യാർഡ്, നേവൽ ബേസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് MBDയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അവിടുത്തെ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളും എത്തിച്ചേർന്ന് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ഒരു ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. അതിന് വിഘാതമായിട്ടാണ് ഇപ്പോൾ അവിടെ ഈ സാധനങ്ങളൊന്ന് ഡംപ് ചെയ്യാനും സീവേജ് പ്ലാന്റും നിർമ്മിക്കാനും കൊച്ചിൻ പോർട്ട് അതോറിറ്റിയും മുക്കാടൻ ബിസിനസ് ഗ്രൂപ്പും ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹത്തെ ഡോക്ടർ BR അംബേദ്കറിനെ ആദരിക്കുന്നവരാണെങ്കിൽ ഇതിൽ നിന്ന്, ഈ സംരംഭത്തിൽ നിന്ന് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയും അതുപോലെ മുക്കാടൻ ഗ്രൂപ്പ് അവർ ലീസിനെടുത്താണെങ്കിലും ആ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഏകദേശം 8000-ൽ പരം ബ്രാഞ്ചുകളുള്ള കാനറ ബാങ്ക് ഡോക്ടർ BR അംബേദ്കറുടെ 948 പ്രസംഗം ഒരു ബുക്ക്ലെറ്റായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് കാനറ ബാങ്കിൻ്റെ ആക്ടിവിറ്റി ആണോ? അല്ല. അതിനവരെ പ്രേരിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആരാണ് എന്നവർ തിരിച്ചറിഞ്ഞതാണ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും നിഷേധിക്കുന്ന തരത്തിൽ പോർട്ട് ട്രസ്റ്റും ചില തൽപര കക്ഷികളും എടുക്കുന്ന തീരുമാനം എത്രയും വേഗം തിരുത്തണമെന്നുള്ള ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായി വരികയാണ്. ന്യൂസ് ഡെസ്ക് മാതൃദേശം.